ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇൻ്റഗ്രേഷൻ ഡേ 1ൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം നിറം നൽകുക എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, അമ്മുവിൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അമ്മുവിൻ്റെ വീട്ടിലെ പുൽക്കൂട് നോക്കൂ, പുൽക്കൂടിന് നിറം നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിറം നൽകുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ, വിച്ച് സ്റ്റാർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ആൻഡ് കളർ ദ സ്റ്റാർ ഫോർ വിച്ച് സം ഓഫ് ദ നമ്പർ ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓൺ ദ ബോക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബോക്സിൽ നമ്പറിന് തുല്യമായി കിട്ടുന്ന തുകയില്ല സ്റ്റാർ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിന് നിറം നൽകാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ബോക്സിലെ നമ്പർ ഏതാ? ഫസ്റ്റ് 1 5 ആണ്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നിന്റെയും സമ്മ് കാണാം. 8 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ് അല്ലേ. അപ്പോൾ സ്റ്റാറിൻ്റെ മുകളിൽ ജസ്റ്റ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് 11 എഴുതി വെച്ചേക്കുക കേട്ടോ. 5 + 2 എത്രയാണ്? 7 അല്ലേ. 7 എന്ന് എഴുതുക. ദെൻ 7 - 2 എത്രയാണ്? 5 അല്ലേ. അപ്പോൾ ബോക്സിലെ നമ്പർ കിട്ടിയില്ലേ 5 എന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? സ്റ്റാറിന് കളർ ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. അടുത്ത ബോക്സിലെ നമ്പർ എത്രയാ? 11 ആണ് അല്ലേ. അപ്പോൾ 11 ഈക്വൽ ആയി കിട്ടുന്ന സ്റ്റാർ ഏതാ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റാർ 10 - 4 ആണ്. എത്രയാ വരിക? 10ൽ നിന്ന് 4 പോയാൽ 6 അല്ലേ. ആ സ്റ്റാറിൻ്റെ മുകളിലായിട്ട് 6 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, 6 + 5 ആണ്. എത്രയാ വരിക? 6 + 5 കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. 11 വരുമല്ലോ. അപ്പൊ ഏതാണ് സ്റ്റാർ? അതിന് നിറം നൽകുക കേട്ടോ. ഇനി നെക്സ്റ്റ് ബോക്സിലെ നമ്പർ നോക്കൂ, 9 ആണ്. ഇതേപോലെ കാണാം. 6 + 3 എത്രയാ? 9 ആണ് അല്ലേ. അപ്പൊ ഏതാണ് സ്റ്റാർ? ഫസ്റ്റ് 1 അല്ലേ. കളർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ബോക്സിലെ നമ്പർ 7 ആണ്. ഫസ്റ്റ് സ്റ്റാർ എങ്ങനെയാ? 2 + 3 ആണ് അല്ലേ. 2 + 3 എത്രയാ? 5 അല്ലേ. ദെൻ 5 + 2 എത്രയാണ്? 7 ആണ്. അപ്പൊ ഏതാണ് സ്റ്റാർ? കളർ ചെയ്യുക കേട്ടോ. നടുക്കിലത്തെ സ്റ്റാർ അല്ലേ, അതിന് കളർ ചെയ്യാം. അടുത്തത് മലയാളത്തിൽ നിന്നുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ. തരം തിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിനായി അമ്മുവിന്റെ അമ്മ ഒരുക്കിയ ആഹാരങ്ങൾ നോക്കൂ, സൂചനകൾ നോക്കി തരം തിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ആഹാരങ്ങള്: ദോശ, പൂരി, കൊഴുക്കട്ട, ഇഡ്ലി, ചപ്പാത്തി, പത്തിരി, ആപ്പിൾ, സമൂസ, ഇലയട, ഉഴുന്നുവട, പഴംപൊരി, മുന്തിരി, പാലപ്പം. ഇനി നമുക്ക് തരം തിരിക്കാലോ. സൂചനകൾ എന്തൊക്കെയാണ്? വറുത്തെടുക്കുന്നവ എന്ന് തന്നിട്ടുണ്ട്, ചുട്ടെടുക്കുന്നവ, ആവിയിൽ വേവിക്കുന്നവ, വേവിക്കാത്തവ. ഇതാണ് തന്നിരിക്കുന്ന സൂചനകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ആഹാര സാധനങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നനുസരിച്ചിട്ട് അതിനെ നമുക്ക് തരം തിരിക്കാം. ആദ്യത്തെ ഏതാണ്? ദോശയല്ലേ. ദോശ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുക? ചുട്ടെടുക്കുക ചെയ്യുക അല്ലേ. അപ്പൊ ചുട്ടെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് പൂരിയാണ്. പൂരി എങ്ങനെയാ? നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക ചെയ്യുക. അപ്പോൾ വറുത്തെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് കൊഴുക്കട്ടയാണ്. അതെങ്ങനെയാ? ആവിയിൽ വേവിക്കുക ചെയ്യുക അല്ലേ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവയിൽ എഴുതുക. ഇഡ്ഡലിയും ആവിയിൽ തന്നെ വേവിക്കുക അല്ലേ. ആവിയിൽ വേവിക്കുന്നവയിൽ എഴുതുക. അടുത്തത് ചപ്പാത്തിയാണ്. ചപ്പാത്തി എങ്ങനെയാ? ചുട്ടെടുക്കുക ചെയ്യുക അല്ലേ. അപ്പൊ ചുട്ടെടുക്കുന്നവയിൽ എഴുതുക. പത്തിരിയും നമ്മൾ എന്താ ചെയ്യുക? ചുട്ടെടുക്കുക ചെയ്യുക. ചുട്ടെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് ആപ്പിൾ ആണ്. ആപ്പിള് നമ്മൾ വേവിക്കാതെ കഴിക്കുക അല്ലേ. അപ്പൊ വേവിക്കാത്തവയിൽ എഴുതുക. സമൂസ എങ്ങനെയാ? വറുത്തെടുക്കുക ചെയ്യുക. വറുത്തെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് ഇലയടയാണ്. ഇലയട എങ്ങനെയാ? ആവിയിൽ വേവിക്കുക ചെയ്യുക അല്ലേ. അപ്പൊ ആവിയിൽ വേവിക്കുന്നവയിൽ എഴുതുക. അടുത്തത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവട എങ്ങനെയാ? നമ്മൾ വറുത്തെടുക്കുക ചെയ്യുക അല്ലേ. വറുത്തെടുക്കുന്നവയിൽ എഴുതുക. പഴംപൊരിയും നമ്മൾ വറുത്തെടുക്കുക ചെയ്യുക. വറുത്തെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് മുന്തിരിയാണ്. നമ്മളത് വേവിക്കാതെ കഴിക്കും അല്ലേ. അപ്പം വേവിക്കാത്തവയിൽ എഴുതുക. അടുത്തത് എന്താണ്? പാലപ്പാണ്. പാലപ്പം എങ്ങനെയാ? നമ്മൾ ചുട്ടെടുക്കുകയല്ലേ ചെയ്യുക. അപ്പം ചുട്ടെടുക്കുന്നവയിൽ എഴുതുക. അടുത്തത് മാത്സിൽ നിന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്പർ ഓഫ് ചോക്ലേറ്റ്സ്. അമ്മൂസ് ഫാദർ ബോട്ട് പാക്കറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഫോർ ക്രിസ്മസ് സെലിബ്രേഷൻ. ഈച്ച് പാക്കറ്റ് ഹാസ് 10 ചോക്ലേറ്റ്സ്. എന്താണ്? അമ്മൂന്റെ അച്ഛൻ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് മിഠായി കൊണ്ടുവന്നു അല്ലേ. ഓരോ പാക്കറ്റിലും എത്ര ചോക്ലേറ്റ്സ് ഉള്ളത്? 10 ചോക്ലേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് എന്തൊക്കെയാ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ്. അപ്പൊ കൗണ്ട് ചെയ്തിട്ട് നമ്മളോട് നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബോക്സിൽ നമുക്കിവിടെ എത്ര പാക്കറ്റ്സ് തന്നിട്ടുണ്ട്? 1 2 3 പാക്കറ്റ്സ് ആണ് അല്ലേ. അപ്പൊ 3 പാക്കറ്റ്സ്
പാക്കറ്റ്സ് ഓഫ് 10 ചോക്ലേറ്റ്സ് ഈച്ച് അല്ലേ? ഓരോ പാക്കറ്റിലും 10 ചോക്ലേറ്റ്സ് ആണ്. അപ്പൊ 10 + 10 + 10, അതായത് 3 10s ചേർന്നാൽ എത്രയാ? 30 അല്ലേ? നിങ്ങൾ ബോക്സിൽ 30 എന്ന് എഴുതൂലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ പാക്കറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഈക്വൽ ടു ദ നമ്പർ. ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് 70 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ പാക്കറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ് വരച്ചു ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ 2 പാക്കറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ 70 ആവണമെങ്കിൽ എത്ര പാക്കറ്റ്സ് വേണം? പാക്കറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ് വേണം. 7 പാക്കറ്റ്സ് വേണം അല്ലേ? ഓരോ പാക്കറ്റിൽ 10 വെച്ചിട്ട് 7 പാക്കറ്റ്സ് ആയാലല്ലേ 70 ചോക്ലേറ്റ്സ് ആവുള്ളൂ. ഇവിടെ 2 പാക്കറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എത്രയും കൂടി വേണം 7 ആവാനായിട്ട്? 5 പാക്കറ്റ്സും കൂടി നമ്മൾ വരച്ചു ചേർക്കണം അല്ലേ? 5 പാക്കറ്റ്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് വരച്ചു ചേർക്കുക കേട്ടോ. അടുത്തത് നോക്കൂ. ഹൗ മെനി ചോക്ലേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാക്കറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ട്. എത്ര പാക്കറ്റ്സ് ആ നോക്കൂ, കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 പാക്കറ്റ്സ് ഓഫ് 10 ചോക്ലേറ്റ്സ് ഈച്ച് അല്ലേ? അപ്പൊ എത്രയാ വരിക? 50 അല്ലേ? 50 എന്ന ബോക്സിൽ എഴുതൂലോ. ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. കണ്ടെത്താം എഴുതാം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അമ്മുവിന്റെ വീട്ടിലെ ക്രിസ്മസിന് അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി. അച്ഛൻ കേക്ക് കൊണ്ടുവന്നു. ചേട്ടനുമൊത്ത് അമ്മു നക്ഷത്രങ്ങൾ ഉണ്ടാക്കി. അമ്മുവും ചേട്ടനും അമ്മയും അച്ഛനും ചേർന്ന് ക്രിസ്മസ് ട്രീ ഒരുക്കി. നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ചോദ്യങ്ങൾ നോക്കൂ. ക്രിസ്മസിന് അമ്മ ഉണ്ടാക്കിയത് എന്താണ്? അമ്മ ഉണ്ടാക്കിയത്? പലഹാരങ്ങളാണല്ലേ? പലഹാരങ്ങൾ എന്ന് എഴുതിയാൽ മതി. അച്ഛൻ എന്താണ് കൊണ്ടുവന്നത്? കേക്ക് അല്ലേ? കേക്ക് എന്ന് എഴുതുക. അമ്മു ആരുടെയൊപ്പമാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത്? ആരുടെ ഒപ്പം? ചേട്ടന്റെ ഒപ്പം അല്ലേ? ചേട്ടൻ എന്ന് എഴുതുക. ആരൊക്കെ ചേർന്നാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്? അമ്മുവും ചേട്ടനും അമ്മയും അച്ഛനും ചേർന്നാണ് അല്ലേ ക്രിസ്മസ് ട്രീ ഒരുക്കിയത്? അങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ ഈ മോഡലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. നല്ല ഈസി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എല്ലാവരും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.